Hello everyone, welcome to Delicious Recipes. Netholi പീര പറ്റിച്ചതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 8 എണ്ണം ചേർക്കാം. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള പകുതി എടുത്തിരിക്കുന്നത്. 4 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അല്പം മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. കൂടുതൽ അരയേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പായിട്ട് ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത്. ഇത് അരച്ചെടുത്തപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി വെച്ച് നെത്തോലി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് അരച്ചു വെച്ച തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് 2 കുടംപുളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മൾ തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്നും ഇത് ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നമ്മുടെ മീൻ പീര റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ നല്ല നാടൻ രുചിയുള്ള നമ്മുടെ മീൻ പീര ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് ഇത് അടച്ചു വെച്ച ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്